വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഇന്ന് മിസ് ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എല്ലാവർക്കും അറിയാം, കൂളായിട്ടിരിക്കുക, പാനിക് ആകരുത്. ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് വെറുതെ ടെൻഷൻ അടിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അതൊക്കെ പോകും. അതിൻ്റെ ആവശ്യമില്ല. ആഫ്റ്റർ ഓൾ ജസ്റ്റ് ഒരു എക്സാം ആണെന്ന് കരുതിയാൽ മതി, അത്ര ഉള്ള പരിപാടി. ഓക്കെ, അപ്പോൾ അതൊന്ന് കൂളായിട്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂൾ ഓഫ് ടൈം നല്ല രീതിക്ക് ഉപയോഗിക്കണം. എങ്ങനെയാ? ചിലവർക്ക് കൂൾ ഓഫ് ടൈം നെഗറ്റീവാണ്. വായിച്ചു നോക്കുമ്പോൾ അയ്യോ എനിക്ക് ഒറ്റ ചോദ്യം അറിയില്ലേ, ഒറ്റ മാർക്ക് കിട്ടില്ലേ എന്ന് ഓർത്തിരിക്കും അല്ലേ? അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കൂളായിട്ട് വായിക്കാം. അപ്പോൾ അതിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ആൻസർ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ തന്നെ പെൻസിൽ വെച്ചിട്ട്, ടീച്ചേഴ്സ് കാണരുത് കേട്ടോ, ടീച്ചേഴ്സ് കണ്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. പെൻസിൽ വെച്ചിട്ട് ചെറുതായിട്ട് അതിൻ്റെ ആൻസർ നേരെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടേക്കാം. പിന്നെ ചില 8 മാർക്കിൻ്റെ ചോദ്യം പോയിന്റ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വരുന്ന പോയിന്റ്സിലെ അവിടെ ഒന്ന് ഇങ്ങനെ വെറുതെ ഷോർട്ടാക്കി ഒന്ന് എഴുതി വെച്ചേക്കാം, അതിൻ്റെ ഒരു തുടക്കം. കാരണം ചിലപ്പോൾ പിന്നെ നമുക്കത് കിട്ടില്ല, അപ്പോഴേ നമ്മുടെ മനസ്സിലത് കിട്ടുള്ളൂ. ഞാനൊക്കെ ചെയ്യാറുണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതും ടീച്ചേഴ്സ് കാണാത്ത രീതിയിൽ വളരെ ഷോർട്ടായിട്ടായിട്ട് എഴുതാൻ പാടുള്ളൂ. അതൊന്ന് അതിലേക്കൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം എന്താ? എല്ലാം അറിയാമായിരുന്നു, സമയം കിട്ടിയില്ല. 8 മാർക്കിന് 2 എഴുതാൻ പറ്റിയില്ല. കാര്യമുണ്ടോ? 8 മാർക്കിന് 2 എഴുതാൻ പറ്റിയില്ല, 16 മാർക്കോടെ പോയി. എത്ര മാർക്ക് കുറഞ്ഞു? അപ്പം അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ ടൈം മാനേജ് ചെയ്യും? ഇതൊന്ന് കാണാതെ പഠിച്ചോ. അതായത് 1 മാർക്കിൻ്റെ ചോദ്യത്തിന് 1 മിനിറ്റിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. എന്ത് വന്നാലും ഉപയോഗിക്കാൻ പാടില്ല. 2 മാർക്കിൻ്റെ ചോദ്യത്തിന് 2 മിനിറ്റിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. 2 മിനിറ്റ് ഉപയോഗിക്കുന്നത് അതിൽ കുറച്ച് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ആ കണക്കിന് നോക്കുമ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യത്തിന് 15 മിനിറ്റ് മിനിമം, മാക്സിമം 20 മിനിറ്റ്. അതിൻ്റെ മുകളിലേക്ക് എടുക്കരുത്. അതിലും കൂടുതൽ എടുത്താൽ അത് അവിടെ നിർത്താൻ, സ്ഥലം വിടുക, അടുത്ത ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്തോളണം കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിക്കാം. പിന്നെ ഇംഗ്ലീഷ് പോലെയുള്ള എക്സാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, സോറി ഇംഗ്ലീഷ് അല്ല, നമ്മൾ അക്കൗണ്ടൻസിയുടെ കാര്യമാണ് പറയുന്നത്, എന്നാലും ഇതിൻ്റെ ഒപ്പത്തിൽ പറയാം. തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോഴേ 2 മാർക്കിൻ്റെ ചോദ്യത്തിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മൊത്തം എഴുതാൻ നിൽക്കണ്ട. 4 മാർക്കിന് ഇപ്പോൾ ഡിഫറൻസ് ചോദിച്ചു, 4 ഡിഫറൻസ് എഴുതിയാൽ മതി. 8 ഡിഫറൻസ് അറിയായിരിക്കും, പക്ഷേ 8 എഴുതണ്ട, 4 എഴുതി വെച്ചാൽ മതി. സമയം ലാഭിക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അറ്റൻഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തോളണം. അറിയില്ലാത്തതും അറ്റൻഡ് ചെയ്യുക, സ്കിപ്പ് ചെയ്യരുത്. അറ്റൻഡ് ചെയ്തതിന് എന്തെങ്കിലും 1 മാർക്ക് കിട്ടിയാൽ അത്രയും നമുക്കായി. അതുകൊണ്ട് അറ്റൻഡ് ചെയ്യുക. പ്രസൻറ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അക്കൗണ്ട്സ് വരയ്ക്കേണ്ടവിടത്തിൽ അക്കൗണ്ട്സ് വരയ്ക്കുക. ജേർണൽ എൻട്രി എഴുതുമ്പോൾ നരേഷൻ എഴുതുക, ക്ലീൻ ആയിട്ട് ചെയ്യുക. കാൽക്കുലേഷൻസ് കാണിക്കുക. വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ടേ ഓരോന്നിൻ്റെ കാൽക്കുലേഷൻസ് കാണിക്കണം. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ എല്ലാം കറക്റ്റ് ചെയ്തിടുക. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ മക്കളെ നിങ്ങൾ എക്സാം ഹാളിൽ കയറാൻ വേണ്ടിയിട്ട്. കോപ്പി അടിക്കാൻ നിൽക്കല്ലേ. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ആൾക്ക് തെറ്റായിരിക്കും അറിയാൻ പാടുണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ആൻസർ ശരിയായിരിക്കും അറിയാവുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വരും. അയ്യോ അവൻ പറഞ്ഞാണോ ശരി, എൻ്റെയാണോ ശരി, എന്നാൽ അവൻ്റെ എഴുതാമെന്ന് പറഞ്ഞാൽ അവൻ്റെ എഴുതിയിരിക്കും. അപ്പം നിങ്ങൾ 2 മാർക്ക് പോകും. അപ്പോൾ അങ്ങനെ പ്രശ്നമൊക്കെ വരും. മാക്സിമം കോപ്പി അടിക്കാൻ നിൽക്കല്ലേ, സ്വന്തമായിട്ട് തന്നെ എഴുതാൻ നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അക്കൗണ്ടൻസി എക്സാം എഴുതിയിട്ട് എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.